കരിമ 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 അയ്യോ കുഞ്ഞ് കരിമ 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 എന്നെ കുഞ്ഞിനെ അകറ്റാൻ വേണ്ടി ചതിയൻ അതിനെ കൊല്ലൂ നീ കൊല്ല് എന്നിട്ട് എന്നെ കഴുത്തി താലി കെട്ടാൻ നീ ഇങ്ങി വാ മോനെ. ഇനി താമസിക്കേണ്ട പങ്കി ഡിസ്ചാർജ് ഓർഡർ ഈ ബില്ലിന്റെ കൂട്ടത്തിലുണ്ട്. എനിക്ക് വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല. എന്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ നാശിച്ചിട്ടിപ്പോ. വിധി അംഗീകരിക്കാൻ ശ്രമിക്കും പങ്കി. എന്നാ വിധിയാ ഡോക്ടറെ? ഈ വിധി ദൈവം ഉണ്ടാക്കിയതൊന്നുമല്ല, ഇവളായിട്ടുണ്ടാക്കിയതാ. ഏയ്, എന്താ ജോയ്ക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ മനസ്സ് തകർന്ന് നിൽക്കാ പങ്കി. അതിൻ്റെ ഒപ്പം അനാവശ്യമായ കുറ്റപ്പെടുത്തൽ കൂടി വേണോ? അനാവശ്യമല്ല ഡോക്ടറെ. എന്റെ കൊച്ചെങ്ങനെയാ മരിച്ചെന്ന് ഡോക്ടർക്ക് അറിയാവോ? അറിയാമെന്ന് പറഞ്ഞതാ. അത് അത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലല്ലോ ജോയ്ക്കുട്ടി. ഗർഭത്തിൽ വെച്ച് പല രീതിയിലും കുഞ്ഞുങ്ങൾക്ക് ക്ഷത ഏൽക്കാറുണ്ട്. അതിൽ പ്രധാനം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ പൊക്കിൾ കുടിയുടെ ട്യൂബ് കഴുത്തിലോ തലയിലോ ചുറ്റി ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെട്ടിട്ടുള്ള മരണ. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായത് വേറെന്നാ. സ്വന്തം അമ്മച്ചി തന്നെ ഇടിച്ചിടിച്ച് കൊച്ചിനെ കൊന്നു. അതേടി, എന്റെ കൊച്ചിനെ നീ കൊന്നതാ. ജോയ്ക്കുട്ടി എന്താ സംബന്ധമായി പറയുന്നേ? അതും മനസ്സ് തകർന്ന് നിൽക്കുന്ന സ്വന്തം ഭാര്യയോട്. ഇവക്ക് മനസ്സുണ്ടോ ഡോക്ടറെ തകരാൻ? എന്നോട് സോഫിയോടുള്ള വൈരാഗ്യം തീർക്കാൻ താഴേക്ക് 40 വട്ടം കൈ ചുരുട്ടി സ്വന്തം വയറ്റിൽ ഇടിയായിരുന്നു അവള്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി കണ്ണിച്ചോരല്ലാതെ ഒരു 100 വട്ടം അവള് വയറ്റത്തിടിച്ചിട്ടുണ്ട്. അതും സർവ്വശക്തി എടുത്തുണ്ട്. പങ്കി, ഞാൻ ഈ കേട്ടത് സത്യമാണോ? അല്ലാന്ന് ഇവള് പറയത്തില്ല ഡോക്ടറെ. വയറ്റിലുള്ള കുഞ്ഞ് ചത്താലും വേണ്ടില്ല, ഞാൻ സങ്കടപ്പെട്ടാൽ മതിയെന്നായിരുന്നു ഇവളുടെ മനസ്സിലിരിപ്പ്. ഇപ്പൊ അത് നടന്നു കിട്ടി. കൊച്ചു കർത്താവിന്റെ അടുത്തോട്ട് പോയി. അതിന്റെ സങ്കടം മുഴുവൻ എന്റെ നെഞ്ചിലും. സന്തോഷിച്ചോടി നീ, സന്തോഷിച്ചോ? ജോയ്ക്കുട്ടി നിർത്ത്. ഇതൊരു ആശുപത്രിയാണ്. അറിയാതെ പങ്കിക്ക് എന്തെങ്കിലും തെറ്റു പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട സമയമല്ലേ ഇത്? കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദന ജോയ്ക്കുട്ടിയേക്കാൾ കുഞ്ഞിനെ 10 മാസം ചുമന്ന പങ്കിക്കാണെന്ന് മറക്കണ്ട. ജോയ്ക്കുട്ടി ചെല്ല്, ചെല്ല്. ജോയ്ക്കുട്ടി പറഞ്ഞതിൽ വിഷമിക്കണ്ട. ആ മനസ്സിന്റെ വേദന കൊണ്ടാ. പാറക്കുഴി സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനത് പിൻവലിക്കാം. വേണമെന്നില്ല, അതിങ്ങോട്ട് ഫോർവേഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞോളാം. മിസ്റ്റർ റിച്ചാർഡ്, അൺഒഫീഷ്യലായിട്ട് നമുക്കല്പം സംസാരിക്കാം. സ്ട്രിക്ട്ലി ഓഫ്ലൈൻ എന്താ? ശരി. ബോബൻ കുഞ്ഞിനെയും എടുത്ത് തെങ്ങുമൂട്ടിലേക്ക് പോയത് എനിക്ക് നേരിട്ടറിയാം. പലതവണ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ടീനയ്ക്ക് തിരിച്ചു കൊടുക്കാൻ. ഞാൻ മാത്രമല്ല, ബോബന്റെ അമ്മച്ചിയും പറഞ്ഞു. കാരണം അത് ബോബന്റെ കുഞ്ഞല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സ്ത്രീ അവർ. ഇത്രയൊക്കെ ആയിട്ടും ബോബൻ കുഞ്ഞിനെ കൈവിടാതിരുന്നത് അയാൾക്ക് ആ കുഞ്ഞിനോടുള്ള അമിത സ്നേഹം കാരണോ? നിങ്ങൾ ഇതിൽ പറഞ്ഞ പോലെ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യം എന്താ അയാൾക്ക്? കേസിന് എരിവ് കൂട്ടാൻ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ക്രിമിനൽ കുറ്റങ്ങളുടെ പട്ടികയിൽപ്പെടും. അത് മറക്കണ്ട. ഞങ്ങളോടുള്ള പക കാരണം ബോബൻ അങ്ങനെ ചെയ്യുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം.
ബോബന് നിങ്ങളോട് പക തോന്നാൻ എന്താ കാരണം? അത് പഴയ കാലത്തെ സംഭവങ്ങൾ. ടീന അമ്മച്ചി രോഗിയാക്കിയതും എന്നെ സ്നേഹിച്ചതും. അതൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്രയായി? സ്വന്തം ചോരയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഇതൊക്കെ ഒരു കാരണമാണോ? ഇൻ ദ ട്രൂ സെൻസ് ദിസ് പെറ്റീഷൻ ഈസ് നോൺ സെൻസ്. അല്ല, പക തീർക്കാൻ കുഞ്ഞിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയതായിക്കൂടെ? കമ്പനിയുടെ ഒരു പ്രശ്നം ഇപ്പോഴും ലൈവായി കിടപ്പുണ്ട്. ടീന ഒരിക്കൽ വാക്ക് കൊടുത്തിരുന്നു കമ്പനി കുഞ്ഞിനുള്ളതാണെന്ന്. കമ്പനി തിരിച്ചു പിടിക്കാൻ ബോബനും ഫിലിപ്പോസും ഒക്കെ ഒരുപാട് ശ്രമിച്ചതാ. ഇപ്പോ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും തീർച്ചയായപ്പോ കുഞ്ഞിനെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിപ്പിച്ചു. എന്താ അങ്ങനെ ആവാം മേലെ? ഇത് കാര്യം സെൻസിബിളാ. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് കുഞ്ഞിനെ ബോബൻ സ്വന്തം കൺമുമ്പിൽ നിന്ന് എങ്ങോട്ടും മാറ്റുകയില്ലെന്ന്. അത്രയേറെ അയാൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ മാഡം ഈ പെറ്റീഷൻ ചവറ്റുകൂട്ടലെറിയൂന്ന് അർത്ഥം. ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ദിസ് ഡിസ്കഷൻ ഈസ് സ്ട്രിക്ട്ലി പേഴ്സണൽ. ഇനി നമുക്ക് ഒഫീഷ്യൽ ആവാം മിസ്റ്റർ റിച്ചാർഡ്. ഞാൻ താങ്കളുടെ പരാതി അന്വേഷിക്കാം. യു വിൽ ഗെറ്റ് ആൻ ആൻസർ ആസ് സൂൺ ആസ് പോസിബിൾ. നോ യു മേ ഗോ. ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് നീതി കിട്ടുമെന്ന വിശ്വാസത്തിലാണ്. ആൻഡ് ഐ വിൽ ടെൽ യു വൺ മോർ തിങ്. ടീന ഇന്നൊരു അക്യൂട്ട് ക്യാൻസർ പേഷ്യൻ്റാണ്. അവളുടെ അവസാനത്തെ ആഗ്രഹം കുഞ്ഞിനെ തിരിച്ചിടണമെന്നുള്ളത്. ഞാൻ ഇറങ്ങുന്നു. കൊന്നോ ആ കുഞ്ഞിനെ? പറ, കൊക്കയിലെറിഞ്ഞ് കൊന്നോ? ആ, നീ എന്തിനാ ചുമ്മാ ചൂടാവുന്നേ? എവിടുന്നോ വന്നൊരു കുഞ്ഞ്, അത് വന്ന പോലെ എവിടേക്ക് പോയി, അങ്ങനെ കരുതിയാ പോരെ? എവിടേക്കും അല്ല പോയത്, പരലോകത്തേക്ക്. നീ പറഞ്ഞയച്ചു. ഞാനിത് പോലീസിൽ പറയും. എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് വേണ്ടെങ്കിൽ പറഞ്ഞോ. കൊക്കയിൽ ഇറങ്ങി ഫയർഫോഴ്സ് പരിശോധിക്കട്ടെ. എന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊക്കയിൽ വീണ് ചത്തവരുടെ അസ്ഥികൂടങ്ങളൊക്കെ ആയിട്ട് കയറി വന്നോട്ടെ. ഒരു വിരോധവും ഇല്ല എനിക്ക്. പക്ഷെ അക്കൂട്ടത്തിൽ എന്തായാലും ആ കുഞ്ഞിൻ്റെ ശവശരീരം ഉണ്ടാകത്തില്ല. പിന്നെ നീ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? പറ. കൊന്നാ പാവം തിന്നാ തീരുമെന്നല്ലേ? അതുകൊണ്ട് കൊന്നിട്ട് ഞാൻ അങ്ങ് വിഴുങ്ങി. അതോടെ എൻ്റെ പാവം തീരുകയും ചെയ്തു. ദേ, മര്യാദയ്ക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത്. സത്യമായിട്ട് ഞാനത് സെലീന കുഞ്ഞിനോട് പറയും. ചിന്നു, കുഞ്ഞുങ്ങളോടുള്ള നിന്റെ സ്നേഹവും താല്പര്യവും ഒക്കെ എനിക്കറിയാം. ഞാൻ അതിനെതിരല്ല താനും. പക്ഷെ നീ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സ്. അതിങ്ങനെ തുറന്നു വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ചില മൃഗങ്ങൾക്ക് നിറം കാണാൻ കഴിവില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ സ്നേഹം കാണാൻ കഴിവില്ലാത്ത പുതിയ തരം കണ്ണാണോ നിനക്കുള്ളത്? ഞാൻ നിന്റെ കരുത്തി മിന്നു കിട്ടിയ ആ കൊച്ചിനെയും കൊണ്ട് ഈ കുടി നീ എന്ത് ചെയ്യും? ആലോചിച്ചില്ല നീ? അതൊന്നും ആലോചിച്ചില്ല. കാരണം എൻ്റെ മനസ്സ് നീ അങ്ങ് മറന്നു. നിന്റെ ഈ കുറ്റപ്പെടുത്തലിനൊക്കെ ഞാൻ പിന്നെ മറുപടി പറയാം. ആദ്യം ആ കുഞ്ഞിനെ നീ എന്ത് ചെയ്തു പറ. കുഞ്ഞിനെ നന്നായി വളർത്തണം എന്നല്ലേ നീ ആശിച്ചുള്ളൂ? വളരെ സുരക്ഷിതമായൊരു സ്ഥലത്ത് അതിനെ വളർത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? എവിടെയെന്ന് മാത്രം നീ ചോദിക്കരുത്. അത് നീ അറിയാതിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് നല്ലത്. എന്നാലും ഒരു കൊച്ചു കുഞ്ഞിന് മാത്രം ക്രൂരനാണ് ഞാനെന്ന് നീ കരുതിയല്ലോ ചിന്നു. എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിലും അങ്ങനെ കരുതൂ. പക്ഷെ എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ആ കുഞ്ഞ് ആരുടെ കയ്യിലാണെന്ന് അറിയണം കരുമ. വേണ്ട ചിന്നു, അതിനെ നീ മറന്നേക്ക്. നീ ഇവിടുന്ന് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ നിറഞ്ഞ മനസ്സോടെ സ്നേഹം കൊടുക്കുന്ന ഒരു പെണ്ണിൻ്റെ കയ്യിലാണ് ഇപ്പം ആ കുഞ്ഞുള്ളത്. അവൾ ആ കുഞ്ഞിനെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കും. നീ അതിനെ സംരക്ഷിക്കാനും ഉറക്കം മുറ്റും വരെ വളർത്താനുമില്ല ആഗ്രഹിച്ചത്. പക്ഷേ അതിൽ ആ കുഞ്ഞിന് ശരിക്കും ഒരു പെറ്റമ്മയുടെ സ്നേഹവും വാത്സല്യം കിട്ടും. സത്യ ചിന്നു, എന്നെ വിശ്വസിക്കുക. At least 170 member states of the World Health Organization agreed an international anti-smoking treaty at a meeting in Geneva. The Framework Convention on Tobacco Control imposes severe restrictions on the advertising and marketing of tobacco.
ആ അല്ല, കേശുമ മാത്രമേ ഉള്ളൂ. അച്ഛൻ വന്നില്ലേ? ഇല്ല കുഞ്ഞെ. എന്താ ഏട്ടാ? 2 മാസം ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് വെച്ചു. പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അച്ഛൻ, വെറുതെ ഒരു സുഖചികിത്സ. യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിൽ പിന്നെ കേശുമാവൻ അടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് തോന്നി. ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞു വരണമെന്ന് അച്ഛനൊരു നിർബന്ധം. ഇവിടുത്തെ അവസ്ഥയൊക്കെ പഴയത് തന്നെയേട്ടാ. നീതുവിന്റെ കാര്യം കുറേ ദിവസങ്ങളായിട്ട് അസുഖത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ കല്യാണത്തിന്റെ കാര്യത്തില് അവളൊരു താല്പര്യം കാണിക്കുന്നില്ല. അവര് തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കം ഉണ്ടോന്നാ എന്റെ സംശയം. ഏയ്, നിതിന്റെ പെരുമാറ്റത്തിൽ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതില്ല, പക്ഷേ സ്വത്തിന്റെ കാര്യത്തില് അവക്കെന്തോ മനപ്രയാസമുണ്ട് ഏട്ടാ. എന്ത്? അല്ല, നിതിന് അവളേക്കാൾ സ്വത്തിനോടാണ് താല്പര്യമെന്നോ മറ്റോ. അങ്ങനെ പറഞ്ഞോ അവള്? എന്നോടല്ല, സെലീനോട് ആ അർത്ഥത്തിൽ എന്തോ പറഞ്ഞു. ഉം. ഇതൊക്കെ നിന്റെ തെറ്റായ തീരുമാനം കൊണ്ടുണ്ടായ കുഴപ്പാ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അവൾ. അസുഖത്തിന്റെ കാര്യം അവളിൽ നിന്ന് മറച്ചു വെച്ചത് 100% തെറ്റാ. താനൊരു രോഗിയാണെന്ന ബോധം അവൾക്കുണ്ടായിരുന്നെങ്കിൽ സ്വത്ത് അവൾക്കൊരു പ്രശ്നമാകുമായിരുന്നു. നിധിനൊരു വലിയ റിസ്ക്കാണ് ഏറ്റെടുക്കുന്നത്. അതിന് തക്കതായ പ്രതിഫലം വേണമെന്ന് അവന് തോന്നിയാൽ അതിലെന്താണ് തെറ്റ്? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ. അവളെ എങ്ങനെയെങ്കിലും ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്തായാലും അസുഖത്തിന്റെ കാര്യം ഏട്ടൻ എൻ്റെ മോളോട് പറയരുത്. ഉം. എപ്പോ എത്തി വല്ലിച്ച? ശബ്ദം കേട്ടപ്പോ ഞങ്ങള് കരുതിയത് അപ്പൂപ്പൻ തിരിച്ചെത്തിയെന്ന. അല്ല, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? സോഫിയും സെലീനയും ഇപ്പൊ എവിടെയാ താമസം? പ്രത്യേകിച്ച് എന്ത് പറയാനേട്ടാ, എല്ലാരും കൂടി ഒരുമിച്ച് താമസിക്കുന്നത്. അച്ഛൻ വരുമ്പോ ഒരു സർപ്രൈസായി നേരിട്ട് കാണട്ടെന്ന് കരുതിയാ ഫോൺ ചെയ്യാതിരുന്നേ. അച്ഛന് വലിയ സന്തോഷാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? വേറൊന്നുമല്ല സോഫി, അനന്തന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കാണ് അച്ഛന് നിന്നോടുള്ള ബന്ധവും സ്നേഹവും ഒക്കെ. ഇപ്പൊ നീ ജോയിക്കുട്ടിയുടെ ഭാര്യയാണ്, പിന്നെ എന്ത് ബന്ധമാ? അല്ല, ജോയിച്ചാനും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛന്റെ മനസ്സെന്താണെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിതിലെന്താ കാര്യം? ഞാൻ ഇറങ്ങുന്നു. ഏട്ടാ, എന്തെങ്കിലും കഴിച്ചിട്ട്. വേണ്ട,